സൗരയൂഥത്തിലെ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് നമ്മുടെ ഭൂമി. എന്നാൽ സൗരയൂഥത്തിന് പുറത്ത് മറ്റെവിടെയെങ്കിലും ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് വരുന്ന ഗ്രഹങ്ങളിൽ നിന്ന് ഇതുവരെ 5500-ലധികം വരുന്ന എക്സോപ്ലാനറ്റുകളെ മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചുകൊണ്ടൊരു പുതിയ എക്സോപ്ലാനറ്റിനെ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഗവേഷകർ. ഭൂമിയേക്കാൾ 5 മടങ്ങ് വലുതും 60 മടങ്ങ് ഭാരവുമുള്ള TOI 6651b എന്ന ഗ്രഹത്തെയാണ് കണ്ടെത്തിയത്. എന്താണ് TOI 6651b എന്നും എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത് എന്നും ഈ കണ്ടെത്തലിൽ നമ്മുടെ ഇന്ത്യയുടെ പങ്ക് എന്താണ് എന്നതും വിശദമായി തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലുള്ള കോടിക്കണക്കിന് വരുന്ന ഗ്രഹങ്ങളെ നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജീസ് ഉപയോഗിച്ച് ഓരോന്നോരോന്നായി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഏകദേശം 5500-ലേറെ എക്സോപ്ലാനറ്റുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കണ്ടെത്തിയ ഗ്രഹങ്ങളൊക്കെ നമ്മുടെ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമുള്ളവയായിരുന്നു. അതിൽ ഭൂരിഭാഗം ഗ്രഹങ്ങളും ഗ്യാസ് ജയൻസും റോക്കി പ്ലാനറ്റ്സുമാണ്. ഗ്യാസ് ജയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ജുപ്പിറ്ററിനെ പോലത്തെ വാതകം നിറഞ്ഞ ഗ്രഹങ്ങൾ. റോക്കി പ്ലാനറ്റ്സ് എന്ന് വെച്ചാൽ പാറകളും ലോഹങ്ങളും കൊണ്ട് നിറഞ്ഞ ഗ്രഹങ്ങൾ. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഭൂമി ഉൾപ്പെടെയുള്ള ആദ്യത്തെ 4 ഗ്രഹങ്ങളും റോക്കി പ്ലാനറ്റ്സ് ആണ്. ചില ഗ്രഹങ്ങൾ അവയുടെ നക്ഷത്രത്തിൽ നിന്നും ഒരുപാട് അകലെയും ചില ഗ്രഹങ്ങൾ വളരെ അടുത്തുമായിരിക്കും നിലനിൽക്കുന്നത്. അകലെ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ കൂടുതലും ഐസ് കൊണ്ട് മൂടപ്പെട്ടവയായിരിക്കും. ഏകദേശം -230°C വരെയായിരിക്കും ടെമ്പറേച്ചർ. എന്നാൽ വളരെ അടുത്തു നിൽക്കുന്ന ഗ്രഹങ്ങളിൽ അതിശക്തമായ ചൂടായിരിക്കും. ഏകദേശം 1000°C മുകളിലായിരിക്കും താപനില. ചില എക്സോപ്ലാനറ്റുകൾ ഒന്നിൽ കൂടുതൽ നക്ഷത്രങ്ങളെ വലം വെക്കും. ഇത്തരം ഗ്രഹങ്ങളിൽ 2 സൂര്യാസ്തമയങ്ങൾ ഒരുമിച്ച് കാണാൻ കഴിയും. ബൈനറി സ്റ്റാർ സിസ്റ്റംസ് എന്നാണ് ഇത്തരത്തിലുള്ള പ്ലാനറ്ററി സിസ്റ്റംസിനെ വിളിക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു പുതിയ എക്സോപ്ലാനറ്റിനെ കൂടെ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഗവേഷകർ. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഭൂമിയേക്കാൾ 5 മടങ്ങ് വലുതും 60 മടങ്ങ് ഭാരവുമുള്ള ഒരു എക്സോപ്ലാനറ്റിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. TOI 6651b എന്നറിയപ്പെടുന്ന ഈ ഗ്രഹം ഒരു സബ് സാറ്റേൺ പ്ലാനറ്റ് ആണ്. അതായത് നെപ്റ്റ്യൂണിനേക്കാൾ വലുതും സാറ്റേണിനേക്കാൾ ചെറുതുമായ ഗ്രഹങ്ങളെ പറയുന്ന പേരാണ് സബ് സാറ്റേൺ ഓർ സൂപ്പർ നെപ്റ്റ്യൂൺസ് എന്ന്. ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഭൂമിയേക്കാൾ 5 മുതൽ 7 മടങ്ങ് വരെ വലുപ്പമുള്ളതായിരിക്കും. രാജസ്ഥാനിലെ മൗണ്ട് അബ്യൂവിലെ പാരാസ് 2 സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ച് സഞ്ജയ് ബലിവാളിന്റെ നേതൃത്വത്തിലുള്ള എ ടീം ഓഫ് ആസ്ട്രോണോമേഴ്സ് ആണ് ഇത് കണ്ടെത്തിയത്. സൂര്യനിൽ നിന്ന് ഏകദേശം 690 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹത്തിനെ നെപ്റ്റ്യൂണിയൻ ഡെസേർട്ടിൽ നിന്നാണ് ഗവേഷകർ കണ്ടെത്തിയത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 920 പ്രകാശവർഷം അകലെ നെപ്റ്റ്യൂണിന്റെ അത്ര വലുപ്പമുള്ള ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശത്തിലെ ഒരു പ്രദേശമാണ് നെപ്റ്റ്യൂണിയൻ ഡെസേർട്ട് എന്ന് പറയുന്നത്. ജേണൽ ഓഫ് ആസ്ട്രോണോമി ആൻഡ് ആസ്ട്രോഫിസിക്സിൽ പ്രസിദ്ധീകരിച്ചതനുസരിച്ച് TOI 6651b എന്ന ഗ്രഹത്തിന്റെ മാസ് എന്ന് പറയുന്നത് ഭൂമിയേക്കാൾ 60 മടങ്ങ് കൂടുതലാണ്. ടോട്ടൽ മാസിന്റെ 87% വരുന്നത് അതിന്റെ കോർ ഭാഗമാണ്. അയൺ റിച്ച് മെറ്റൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പാറകൾ കൊണ്ട് നിറഞ്ഞതാണ് ഇതിന്റെ കോർ ഭാഗം. ബാക്കി വരുന്ന 13% മാസും കുറഞ്ഞ ഡെൻസിറ്റിയിൽ കാണപ്പെടുന്ന ഹൈഡ്രജനും ഹീലിയവുമാണ്. നമ്മുടെ ഭൂമിയുടെ ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. അതായത് 365 ദിവസങ്ങൾ കൊണ്ടാണ് ഭൂമി അതിൻ്റെ നക്ഷത്രമായ സൂര്യനെ ഒരു പ്രാവശ്യം വലയം ചെയ്യുന്നത്.
എന്നാൽ TOI 6651b അതിൻ്റെ നക്ഷത്രത്തെ വെറും 5 ദിവസങ്ങൾ കൊണ്ടാണ് വലയം ചെയ്യുന്നത്. അതായത് ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്ന് പറയുന്നത് വെറും 5 ദിവസമാണ്. ഇത് നമ്മുടെ സൂര്യനെ പോലെയുള്ള ഒരു G ടൈപ്പ് നക്ഷത്രത്തെയാണ് ഓർബിറ്റ് ചെയ്യുന്നത്. ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തോട് വളരെ അടുത്തായതുകൊണ്ട് തന്നെ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന അതിതീവ്രമായ റേഡിയേഷൻ കാരണം ഗ്രഹത്തിൻ്റെ ചുറ്റുമുള്ള അന്തരീക്ഷം അധികകാലം നിലനിൽക്കാതെ പതുക്കെ ഇവാപ്പറേറ്റ് ചെയ്യപ്പെടും അഥവാ ബാഷ്പീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്തരീക്ഷത്തിൻ്റെ കട്ടി വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപരിതല താപനില ഏകദേശം 1200 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ഇത്രയും ചൂടുള്ളത് കൊണ്ട് തന്നെ ഈ എക്സോപ്ലാനറ്റ് വാസയോഗ്യമല്ലെന്ന കാര്യം ഉറപ്പാണ്. അതായത് മനുഷ്യർക്കോ മറ്റു ജീവജാലങ്ങൾക്കോ അവിടെ ജീവിക്കാനാകില്ല. നെപ്റ്റ്യൂണിയൻ ഡെസേർട്ടിൽ നിന്നും കണ്ടെത്തുന്ന 4ാമത്തെ ഗ്രഹമാണിത്. ഇതുവരെ 4 ഗ്രഹങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 1 NGST 4b. ഇത് 2019 നെക്സ്റ്റ് ജനറേഷൻ ട്രാൻസിസ്റ്റ് സർവേ ടെലസ്കോപ്പ് വഴിയാണ് കണ്ടെത്തിയത്. ഇതൊരു K ടൈപ്പ് നക്ഷത്രത്തെയാണ് ഓർബിറ്റ് ചെയ്യുന്നത്. ഏകദേശം 1.3 എർത്ത് ഡേയ്സിലാണിത് അതിൻ്റെ നക്ഷത്രത്തിനു ചുറ്റും ഒരു ഓർബിറ്റ് പൂർത്തിയാക്കുന്നത്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫോർബിഡൻ പ്ലാനറ്റ് എന്ന്. രണ്ടാമത്തതാണ് LTT 9779b. ഇത് 2020 നാസയുടെ ട്രാൻസിറ്റിംഗ് എക്സോപ്ലാനറ്റ് സർവേ സാറ്റലൈറ്റിലൂടെയാണ് കണ്ടെത്തിയത്. ഇത് അതിൻ്റെ നക്ഷത്രത്തെ വെറും 0.79 എർത്ത് ഡേയ്സ് അഥവാ 19 മണിക്കൂറിലാണ് ഒരു ഓർബിറ്റ് പൂർത്തിയാക്കുന്നത്. മൂന്നാമത്തതാണ് TOI 332b. ഇതൊരു ഗ്യാസ് ജയന്റ് ആണ് അഥവാ വാതക ഭീമനാണ്. ഇതും നാസയുടെ ട്രാൻസിറ്റിംഗ് എക്സോപ്ലാനറ്റ് സർവേ സാറ്റലൈറ്റിലൂടെ 2023 കണ്ടെത്തിയത്. ഇത് ഏകദേശം 18.65 മണിക്കൂറിലാണ് അതിൻ്റെ നക്ഷത്രത്തിന് ചുറ്റും ഒരു ഓർബിറ്റ് പൂർത്തിയാക്കുന്നത്. ഇതിലെ 4ാമത്തെ ഗ്രഹമാണ് TOI 6651b. ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ സ്ഥാപിച്ചിട്ടുള്ള പാരാസ് 2 സ്പെക്ട്രോഗ്രാഫിലൂടെയാണ് ഈ ഗ്രഹത്തെ ഗവേഷകർ കണ്ടെത്തിയത്. 380 to 690 നാനോമീറ്റർ വേവ് ബാൻഡിൽ പ്രവർത്തിക്കുന്ന ഇത് ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന റെസൊല്യൂഷൻ സ്പെക്ട്രോഗ്രാഫാണ്. പുതിയതും ചെറുതുമായ ഗ്രഹങ്ങളെ കണ്ടെത്താനാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ ഇത്തരത്തിലുള്ള ചെറിയ ഗ്രഹങ്ങളെ കണ്ടെത്താനായി ഈ ഉപകരണം കൂടുതൽ മെച്ചപ്പെടുത്തും. ഇതുവരെ നമ്മൾ കണ്ടെത്തിയ ഗ്രഹങ്ങളെക്കാൾ ഒരുപാട് കൂടുതൽ ഗ്രഹങ്ങളെ ഇനിയും കണ്ടെത്താൻ ബാക്കിയാണ്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഗ്രഹങ്ങളിൽ ഭൂരിഭാഗവും ഭൂമിയിലുള്ളതുപോലെയുള്ള ജീവൻ നിലനിർത്താൻ പറ്റാത്ത തരം ഗ്രഹങ്ങളാണ്. കൂടാതെ ചില ഗ്രഹങ്ങൾ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെയാണ് വലം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെഡ് ഡ്വാർഫിൽ നിന്നും വരുന്ന റേഡിയേഷൻ കാരണം അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.